കൊല്ലം ജില്ലയുടെ നെല്ലറയായ കരീപ്ര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട തളവൂർക്കോണം പാട്ടുപുരയ്ക്കൽ ഏലായിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കൃഷിക്കും പരിസ്ഥിതിക്കും ദോഷമുണ്ടാകുന്ന തരത്തിൽ ഒരു പ്ലൈവുഡ് ഫാക്ടറിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും അതുപോലെ തന്നെ സമരങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവമാണ് ഞാനെൻ്റെ ഇവിടെ ചോദിക്കാൻ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെയധികം പാരിസ്ഥിതികാഘാതം നേരിടുന്ന ഒരു പ്രശ്നമായി തന്നെ ഇത് മാറുന്നു. വലിയ രീതിയിലുള്ള ജനരോക്ഷമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കൂടുതൽ നമുക്ക് പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. ഇത് എങ്ങനെയാണ് ഒരു വിഷയം നിങ്ങൾ കാണുന്നത്? കരീപ്ര പഞ്ചായത്തിൽ തളവൂർക്കോണം 16-ാം വാർഡിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് പിന്നെ കുടിവെള്ള പദ്ധതി, രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ഫാം ബോണ്ട് ഉണ്ട്. ഫാം ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷിക്കാർക്ക് വെള്ളം എപ്പോഴും സുലഭമായി കിട്ടത്തക്കവണ്ണം കൃഷിക്കും പശു വളർത്തലിനും വേണ്ടിയുള്ള ഒരു ഫാം ബോണ്ട് തൊഴിലുറപ്പുകാരും ബന്ധപ്പെട്ടുണ്ട് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഏലായിക്ക് ആവശ്യാനുസരണം വെള്ളം തുറന്നു വിടത്തക്കവണ്ണം സൗകര്യമുള്ള ഒരു ഫാം ബോണ്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അങ്കണവാടിയുണ്ട്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്, പകൽ വീടെല്ലാം ഉണ്ട്. നമ്മളിൽ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായ കാര്യം എന്ന് പറയുന്നത്, ഈ ഭാഗത്ത് ഇത്തരത്തിലൊരു ഫാക്ടറി 9000 സ്ക്വയർ ഫീറ്റിൽ 12 കോടി രൂപയുടെ പ്രോജക്റ്റ് വന്നാൽ ഈ നാട്ടിലെ ഈ ശുദ്ധമായി മണൽപ്രദേശമായ സ്ഥലത്ത് അടിക്ക് കട്ടിയുള്ള സ്ഥലമല്ല, ഈ വെള്ളം ഊറി ഇറങ്ങിച്ചെന്നിട്ട് കുടിവെള്ളക്കിണറെന്ന് വെച്ചാൽ 1000 പേരോളം കുടിക്കുന്ന കുടിവെള്ള പദ്ധതി രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയാണ്. അതിലേക്ക് ദോഷമുണ്ടാകും. അതിന് ഫാം ബോണ്ടിലേക്ക് ദോഷമുണ്ടാകും. ഏലായിൽ ഇറങ്ങി മടന്തകോട് തളവൂർക്കോണം മടന്തകോട് വാക്കനാട് നെടുവങ്കാവ് എന്ന് പറയുന്ന ഏതാണ്ട് 10-60 ഹെക്ടർ നിലം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഈ വിഷാംശം ചെയ്തല്ലെങ്കിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കുടിവെള്ളം 130 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 600-700 ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കിണറാണത്, ജലസ്രോതസ്സാണ്. അതിന്റെ ഏതാണ്ട് ഒരു 2-3 മീറ്ററേ ഉള്ളൂ ഈ പുരയുടേതുമായിട്ടുള്ള വ്യത്യാസം. അത് മലിനമായാൽ എവിടുന്നാണ് ഈ കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടുക? എവിടുന്നാണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്, ഈ വരുന്ന വഴി ഇത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ തന്നെ, അത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പഞ്ചായത്തിന്റെ ആസ്തിയിൽ തന്നെ ഇത് 3 മീറ്ററുള്ള ട്രാക്ടർ പാസേജ് മാത്രമാണ്. ഇതിനടിയിൽ കൂടിയാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വലിയ പൈപ്പ് പോയിക്കൊണ്ടുവന്നത്. ഇവരിവിടെ കൊണ്ടുവരുമ്പോൾ 10 ടണ്ണിന്റെയും 15 ടണ്ണിന്റെയും വണ്ടിക്കകത്താണ് ഈ സാധനം കൊണ്ടുപോകുന്നത്. ഇവർ കേരളത്തിൽ പുറത്തേക്കാണ് ഈ ഉൽപ്പന്നം പ്ലൈവുഡ് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിന് സ്വാഭാവികമായി അവർ 2 ടണ്ണിന്റെ 1 ടണ്ണിന്റെ വാഹനം ഉപയോഗിക്കില്ലല്ലോ. ഈ വലിയ വാഹനം ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റോഡ് തകർന്നാൽ ഈ പൈപ്പ് ലൈൻ തകരും. ആ ഒരു പ്രദേശമാകെ വെള്ളം കൂടി മുട്ടും. ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതേപോലെ വയൽ, ഇപ്പോൾ അത് പിന്നെ കഴിഞ്ഞ മെമ്പറായിട്ടുള്ള വിജയ് മെമ്പർ പറഞ്ഞു കഴിഞ്ഞു, ആ വയലും അതിന്റെ ആ ജലസ്രോതസ്സുകളും വലിയ കുളവും എല്ലാം നശിക്കും. ഇങ്ങനെ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന, കുടിവെള്ളം നശിപ്പിക്കുന്ന, ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ ഒരു സംരംഭത്തിനെതിരാണ്, വ്യവസായം വരുന്നതിനെതിരല്ല ഞങ്ങൾ. ഇത് ഇവിടെ നിന്ന് അതിന് സൗകര്യപ്രദമായ സ്ഥലത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോയിക്കോട്ടെ, ഇവിടെ ഇത് വേണ്ട എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിനിതാ ഒരു രാഷ്ട്രീയവും ഇല്ല. CPM ഉണ്ട്, BJP ഉണ്ട്, CPI ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാ രാഷ്ട്രീയ കക്ഷികളുണ്ട്, SEC ഉണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിന് സമരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ തോൽപ്പിക്കാമെന്നുള്ളത് വ്യാമോഹമാണ്. ഇനി ഏതുത്തരവ് അവർ മേടിച്ചുകൊണ്ട് വന്നാലും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതിനൊപ്പം ഉണ്ടാവും. മരണം വരെ ഈ സമരത്തിന് പിന്നിലുണ്ടാവും. സംയുക്തമായ സമരസമിതി രൂപീകരിച്ചാണ് അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ? ഇത് എങ്ങനെയായിരിക്കും? ഇതില് നമ്മുടെ ജനകീയ സമരസമിതി ഇതിലെ പ്രധാനമായി കാണുന്ന പോയിന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പെർമിറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ശക്തമായ സംശയങ്ങളുണ്ട്. ഞങ്ങളെല്ലാം ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആൾക്കാരാണ്. നമ്മളൊരു സുപ്രഭാതത്തിലാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഫാക്ടറി വരുന്ന കാര്യം. അത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണ് പഞ്ചായത്തിലെ അധികൃതരായിട്ടുള്ള ആൾക്കാർ പഞ്ചായത്ത് മെമ്പറോടോ അല്ലെങ്കിൽ പ്രസിഡന്റിനോടോ കൂടി ആലോചിക്കാതെ 9500 സ്ക്വയർ ഫീറ്റോളം വരുന്ന ബൃഹത്തായ ഒരു പദ്ധതിക്ക് ഇവിടെ അനുമതി കൊടുത്തിട്ടുള്ളത്. അത് വളരെ ഗൗരവമായിട്ടാണ് ഈ പ്രദേശവാസികൾ കാണുന്നത്. ഇത്രയും വലിയൊരു പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് ഇത്ര രഹസ്യ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലായിരുന്നു അത്. പിന്നെ നമ്മൾ പൊല്യൂഷൻ, ഓരോ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു വന്നപ്പോഴത്തേക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലൊക്കെ ഞങ്ങൾ തിരക്കിയപ്പോഴത്തേക്ക് ഇവർ 75 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 75 ലക്ഷം രൂപയാണ്. ഞങ്ങള് പിന്നെ പഞ്ചായത്തിലെ പ്ലാൻ അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 9500 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാനാണ് പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 9500 സ്ക്വയർ ഫീറ്റ് 75 ലക്ഷം രൂപയ്ക്ക് നടക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായ ഒരു ചോദ്യം. ഈ 9500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവണമെങ്കിൽ ടിൻ ഷീറ്റ് ഉപയോഗിച്ച് തറ കോൺക്രീറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ പോലും മിനിമം ഒരു 1000 രൂപ ചിലവാകും. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 9500 × 1000 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 95 ലക്ഷം രൂപ ഇവന്റെ ഈ ഇദ്ദേഹത്തിന്റെ സ്ട്രക്ചർ മാത്രം ക്ലിയർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ പ്ലാന്റ്. അപ്പൊ ഇതെല്ലാം നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായേക്കെന്ന് വെച്ചാൽ ഇത് ഒരു ലോക തട്ടിപ്പാണ്. ഇവിടുത്തെ ജനങ്ങളെയും ഈ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വലിയൊരു ലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൊല്യൂഷൻ ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനധികൃതമായി നേടിയെടുത്തിട്ടുള്ള ഈ ലൈസൻസ് ഈ നാടിനാകെ ദോഷകരമാണ്.
എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള നടപടികൾ ഒരു കാരണവശാലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇതിന്റെ പിന്നിലുണ്ട്. അവര് ഏതറ്റം വരെയും സമരമുഖമായിട്ട് മുന്നോട്ട് പോകും. അത് അക്രമാസക്തമായ ഒരു സമരമുഖമായിരിക്കത്തില്ല. ജനാധിപത്യപരമായ രീതിയിൽ അന്തിമ വിജയം വരെ ഞങ്ങൾ ഇതിനു വേണ്ടി പോരാടും. പഞ്ചായത്ത് അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ചില്ല, എന്താണ് അറിയാൻ? ഇത് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ ഈ തളവർക്കോണത്തെ ജനങ്ങളെ വഞ്ചിച്ചതാരാണെന്ന് നമുക്കറിയണം. ഒറ്റുകൊടുത്തിരിക്കുകയാണ്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ഒരു മനുഷ്യനും അറിയാതെ, മെമ്പർ അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു, പഞ്ചായത്ത് അധികാരികൾ കാണിച്ച ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനധികൃതമായ നിർമ്മാണത്തിനോടുത്ത അനുമതിയാണിത്. കാരണം ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ 9500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയൊരു ബിൽഡിങ് പെർമിറ്റ് കൊടുത്തപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് പഞ്ചായത്തിന്റെ മറ്റാൾക്കാരുമായിട്ട് ആരെടുത്തും ആലോചിക്കേണ്ട എന്നുള്ള നിലയിലാണ് ഉദ്യോഗസ്ഥർ നമ്മുടെ അടുത്ത് പറയുന്നത്. നമ്മളുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ 3 വർഷം ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. അവര് പോലും അറിയാതെ നടത്തി എന്ന് പറയുമ്പോൾ അത്രത്തോളം സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഏത് ഭാഗത്തു നിന്നാണോ സ്വാധീനം ചെലുത്തിയത് നമുക്കറിയണം. രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ പ്രസിഡന്റാണ് ഞാൻ. ഇവിടെ കരിപ്ര 16-ാം വാർഡ് തളവക്കോണത്ത് വർഷങ്ങളായിട്ട് വളരെയധികം ജലക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഏകദേശം 6 മാസക്കാലം ലോറി വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടെ കഴിഞ്ഞത്. എന്നാൽ ഈ ഒരു പദ്ധതി വന്നതിന് ശേഷം എല്ലാ ദിവസവും ശുദ്ധമായ ജലം എല്ലാവർക്കും ഏകദേശം ഒരു 150 വീട്ടുകാർക്ക് സുഭിക്ഷമായ ജലം കൊടുക്കത്തക്കോണം ഇവിടെ കിട്ടുകയും അതുപോലെ ഞങ്ങളുടെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനോട് ചേർന്നാണ് നമ്മൾ ഈ പദ്ധതി വരുന്നത്. പദ്ധതിയോട് ചേർന്ന് വെറും 2 മീറ്റർ അകലെയാണ് നമ്മളുടെ ഈ ശുദ്ധജലം കിട്ടുന്ന കിണർ. ആ കിണർ ഇവിടെ ഉണ്ടാകുന്ന എന്ത് രാസമാറ്റവും രാസപദാർത്ഥങ്ങൾ ഈ മണൽ പ്രദേശമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കിണറിൽ എത്തിച്ചേരുകയും ആ കിണർ ജലം മലിനമാകപ്പെടുകയും ചെയ്യും. അത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളാവുമ്പോഴത്തേക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതാകുകയും വെള്ളം കുടിക്കുന്നവർക്ക് സ്ഥിരമായ രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്തരമുള്ള മഹാ ആപത്തിൽ നിന്ന് അല്ലെങ്കിൽ കുടിവെള്ള ക്ഷാമത്തിൽ നിന്ന് ഈ പ്രദേശത്തെ രക്ഷിക്കാൻ വേണ്ടി തൽക്കാലം ഈ പദ്ധതി ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഒന്നായിട്ട് പറയാനുള്ളത്. ജനവാസ മേഖലയിൽ, ജനനിബിഡമായ ഈ മേഖലയിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ ശ്വാസകോശ രോഗമടക്കമുള്ള രോഗങ്ങളിലേക്ക് വലിച്ചെറിയുന്ന നമുക്ക് പരിചിതമായ പല സ്ഥലങ്ങളിലും, അത് പെരുമ്പാവൂരായാലും ഏറ്റുമാനൂരൊക്കെയുള്ള ഫാക്ടറികൾ തുടങ്ങിയതിന് ശേഷം വളരെയധികം ജനകീയ പ്രതിരോധങ്ങൾ ആ ഭാഗത്തെ ജനങ്ങൾക്ക് അസുഖങ്ങൾ ബാധിച്ചതിനെ തുടർന്ന് അവർ സംഘടിച്ച് സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിർത്തലാക്കി വച്ചിരിക്കുന്നത്. ആ ഒരവസ്ഥ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന, നാളത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുന്ന ഈ പദ്ധതി ഈ നാടിന് വേണ്ടേ വേണ്ട എന്നുള്ളതാണ് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും മുഴുവൻ ആളുകളും ഇന്നല്ല കഴിഞ്ഞ 40 ദിവസങ്ങളായി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സജീവമായ സമര മുഖത്തേക്ക് എത്തിച്ചേരുന്നത്. ഇതിവിടെ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തിൻ്റെ ജീവനാഡിയായിട്ടുള്ള നെൽവയൽ, അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സിനെ കുറിച്ചെല്ലാം ഇപ്പോൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. കുടിവെള്ള പദ്ധതി, അതിൻ്റെ പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ അംഗൻവാടി, മൃഗാശുപത്രി, അതുപോലെ തന്നെ പകൽ വീട്, വൃദ്ധസദനം, ഫാം പോണ്ട് അടക്കമുള്ള അതിനേക്കാൾ ഏറ്റവും ശ്രദ്ധേയമായ സംഗതിയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ ഫാക്ടറി വരാൻ പോകുന്ന സ്ഥലം. ഇവിടെ നിന്ന് തൊട്ട് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളായി ഞങ്ങളൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീരുറവ, ആ നീരുറവ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രദേശമാണിത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡായിരുന്നില്ല. ഈ റോഡ് കുറേ ഭാഗം റോഡാക്കാനുണ്ടായ കാരണം തന്നെ ഈ കൃഷിയെ സഹായിക്കുന്നതിന് വേണ്ടി ആ ഏലയിലേക്ക് പോകാൻ വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഏല റോഡ് മാത്രമാണ്. അതായത് ഒരു ട്രാക്ടർ പാസേജ് മാത്രമാണ്. അതിൻ്റെ അടിയെല്ലാം ഇപ്പോൾ പലയിടത്തും പൊളിഞ്ഞിരിക്കുകയാണ്. ഇത്രയും വലിയ 9000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫാക്ടറിക്ക് ഒന്നാമത്തെ സംഗതി വരുന്നത് ഏറ്റവും വലുത് പിന്നെ തീപിടുത്തമാണ്. ആ തീപിടുത്തം നടക്കുമ്പോൾ ഈ പറയുന്ന 10 ടണ്ണിൽ ഭാരത്തിൽ കൂടുതലുള്ള വാഹനം വരാൻ കഴിയാത്ത, പഞ്ചായത്ത് രേഖയിൽ, പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള 10 ടണ്ണിൽ കൂടുതൽ വരാൻ കഴിയാത്ത വാഹനങ്ങൾ, അതായത് ഏതാണ്ട് വെള്ളം പൂർണ്ണമായി കയറ്റിയാൽ
നമ്മുടെ ഫയർ എഞ്ചിൻ അടക്കമുള്ള സംഗതികൾ വരുമ്പോൾ ഏതാണ്ട് 14 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വണ്ടിയാണ് വരുന്നത്. അപ്പോൾ അതുപോലും ഇവിടെ കടക്കാൻ കഴിയില്ല. ഈ അടുത്ത സമീപ സമയത്ത് ഇവിടെ അടുത്തൊരു കിണറ്റിൽ വീണ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അന്ന് വന്ന ഫയർ എഞ്ചിൻ യഥാർത്ഥത്തിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവർ നിർത്തിയിട്ട് അവർ ഇറങ്ങി ഓടിപ്പോയി രക്ഷിക്കുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ അത്തരത്തിലുള്ള ഒരു കാര്യവും ഒരു സംവിധാനവും ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത, അടിസ്ഥാന സൗകര്യം അത്തരത്തിൽ ഇല്ലാത്ത ഒരു പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് ഈ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇത് നിർത്തുന്ന ദിവസം വരെയും സമരമുഖത്തുണ്ടാകും. വളരെ ശക്തമായ പ്രതിഷേധം, വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതിനകത്ത് യാതൊരു കക്ഷി രാഷ്ട്രീയമില്ല, ജാതിയില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നേരിടും. കാരണം ഇത് ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ സമരം ഇവിടെ അനിവാര്യമാണ്. അത് വിജയം കാണുന്നതും വരെയും അതിന്റെ മുന്നണി പോരാളികളായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ്. കരീപ്ര ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ഒരു ബോർഡാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. ഭാരം കയറ്റിയ വാഹനം ഈ റോഡ് വഴി കടന്നു പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം ആണ് ഈ ബോർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ റോഡിലൂടെ ഇനി വരാൻ പോകുന്നത് വലിയ കണ്ടെയ്നറുകളാണ്. അതിന് പ്രധാന കാരണം ഇവിടെ ഈ റോഡ് തീരുന്നിടത്താണ് ഇതിൻ്റെ ഒരു ഫാക്ടറി ഇപ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നത്. ഈ ഫാക്ടറിയിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ ഈ വഴിയിലൂടെ ആയിരിക്കും ഒരു പക്ഷേ കടന്നു വരുന്നത്. പക്ഷേ ഇത് ഒരു ട്രാക്ടർ പാസേജാണ്. അതായത് കൃഷിയിടങ്ങളിലേക്ക് ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇതുവഴി കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഈ വലിയ കണ്ടെയ്നറുകൾ വരുന്നതോടുകൂടി ഈ റോഡ് പൂർണ്ണമായും നശിക്കുകയും ഈ റോഡിൻ്റെ അകത്തൂടെ ഇട്ടിരിക്കുന്ന പൈപ്പ് ലൈനുകളുണ്ട്. ഈ പൈപ്പ് ലൈനുകൾക്ക് വിള്ളലുകൾ സംഭവിക്കുകയും അങ്ങനെ ഇവിടെ ഇവർക്ക് വലിയ രീതിയിലുള്ള ദോഷമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള വലിയൊരു ആശങ്കയാണ് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു അങ്കണവാടി കെട്ടിടമുണ്ട്. ഇവിടെ നിരവധി കുരുന്നുകൾ വിദ്യ അഭ്യസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കുട്ടികൾക്കും വലിയ രീതിയിലുള്ള ദോഷകരമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം വലിയ റോഡ് കണ്ടെയ്നറുകൾ പോകുമ്പോൾ പുകപടലങ്ങൾ, അതുപോലെ പൊടിപടലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു ഫാക്ടറി തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ നിന്നും ഉയരുന്ന പുക ശ്വസിച്ച് വലിയ രീതിയിൽ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വൃദ്ധ സദനമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെയും അന്തേവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവർക്കും ദോഷകരമാവുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തും എന്നുള്ള വലിയൊരു ആശങ്കയാണ് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ സംഘങ്ങളായിട്ടാണ് ഇവിടെ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം? ഇത് ഞങ്ങളുടെ ഗ്രാമമാണ്. ഞങ്ങൾ എന്നും ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നല്ല, അടുത്തുള്ള എല്ലാ വാർഡുകളിൽ നിന്നും എല്ലാ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫാക്ടറി ഇവിടെ വരുന്നത് മുതൽ നമ്മൾക്ക് ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇതിനപ്പുറത്തെ വയല അവിടെ ഉള്ളവർക്കും ഈ മാലിന്യമായ വിഷമാലിന്യങ്ങൾ എത്തുന്നുണ്ട്. അതേപോലെ ഈ അടുത്തുള്ള എല്ലാ ഗ്രാമപ്രദേശങ്ങളും എത്തുന്നുണ്ട്. നമ്മൾ ഒരു പ്രദേശത്തെ ആൾക്കാരല്ലാതെ എല്ലാ ആൾക്കാരുടെ ഒന്നിച്ച് ശക്തമായിട്ടാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധമെല്ലാം ഇവിടെ നിൽക്കുന്നത്. എത്രത്തോളം ദോഷം ഉണ്ടാവും എന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഫാക്ടറി വരുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ഇപ്പൊ വായു മലിനീകരണം, ജലമലിനീകരണം. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി ഇവിടെ തൊട്ടടുത്താണ് അതിന്റെ കിണർ സ്ഥാപിച്ചിരിക്കുന്നത്. ആ കിണറിന് ഏകദേശം കുറച്ച് മാത്രമേ അകലെയുള്ള ഈ ഫാക്ടറി ഉള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പരിസരത്തുള്ള ഒരു 130 വീടുകൾ എന്ന് പറയുമ്പോൾ 1000-ഓളം അവിടെ കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങൾക്കെല്ലാം വെള്ളം വരുന്നത് ഈ കിണറിൽ നിന്നാണ്. അപ്പൊ അങ്ങോട്ടെല്ലാം വെള്ളം, ഇവിടുന്നുള്ള വേസ്റ്റ് എല്ലാം പോയിട്ട് അങ്ങോട്ടായിരിക്കും ചെന്നെത്തുന്നത്. അപ്പൊ ആ കുടിവെള്ളം ഞങ്ങൾക്ക് മലിനപ്പെടും. ഞങ്ങളുടെ ഇപ്പൊ എന്റെ വീട്ടിൽ ഉൾപ്പെടെ 6 മാസത്തോളം കിണർ പറ്റും. അപ്പൊ ഈ വെള്ളമാണ് ഞങ്ങൾക്ക് കുടിക്കാൻ വരെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഫാക്ടറി പോലെ മലിനജലം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ കുടിവെള്ളമാണ് മുട്ടുന്നത്. അതേപോലെ ഞങ്ങളുടെ ഏല, ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഇത്രയും നല്ല ഏല ഉള്ള ഞങ്ങളുടെ ഈ പാട്ടുപുരയ്ക്കൽ, തളവൂർക്കോണം ഈ ഏല ഭാഗം ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉള്ളത് ഇപ്പൊ ഞങ്ങളുടെ അവിടെ തന്നെയാണ്. അപ്പൊ ഈ വേസ്റ്റ് വെള്ളം എല്ലാം അങ്ങോട്ടാണ് ചെല്ലുന്നത്. അപ്പൊ ഞങ്ങളുടെ നെൽകൃഷിക്ക് അത് ബാധിക്കും, ഞങ്ങളെ ക്ഷീര കർഷകർക്ക് എല്ലാം ബാധിക്കുന്നതാണ്. അതേപോലെ ഈ റോഡ്, ഇത് ട്രാക്ടർ റോഡാണ്. ഇപ്പൊ ഇതിലേക്കൂടാണ് ഇവർ ഈ ടൺ കണക്കിന് 12 കോടിയുടെ ബഡ്ജറ്റ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ചെറിയ പെട്ടിയാട്ടക്കകത്തൊന്നും അല്ലാതെ സാധനം കൊണ്ടുവരുന്നത് വലിയ ടിപ്പറുകളിൽ വലിയ വണ്ടിക്കകത്തായിരിക്കും. അപ്പൊ ഈ റോഡിന്റെ അടിയിൽ കൂടാണ് ഞങ്ങളുടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പോകുന്നത്. അത് എല്ലാം ഞങ്ങൾക്ക് ദോഷകരമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഫാക്ടറി ഇവിടെ ഏറ്റവും വിഷവത്തായ ഒരു കാര്യമാണ് വരുന്നത്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വരും തലമുറയ്ക്ക് ദോഷമില്ലാത്ത രീതിയിൽ ജീവിക്കണം. ഇവിടെ ഏറ്റവും നല്ലൊരു അംഗൻവാടിയുണ്ട്. ഈ കരീപ്ര പഞ്ചായത്തിലെ ഏറ്റവും നല്ല അംഗൻവാടി. ആ കുഞ്ഞുങ്ങൾക്കും
വന്ന് പഠിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും വേണം. പിന്നെ പകൽ വീടുണ്ട്. പ്രായമായ എല്ലാവർക്കും അവിടെ വന്നിരിക്കണം. ഇങ്ങനെ ഒരു കമ്പനി വന്നാൽ ഈ അംഗൻവാടിയോ ഈ പകൽ വീടോ ഇതൊന്നും ഇവിടെ കാണത്തില്ല. പിന്നെ ഏറ്റവും നല്ല ശുദ്ധമായ ഒരു കുടിവെള്ള പദ്ധതിയാണ് ഞങ്ങൾക്കുള്ളത്. അത് പിന്നെ ഒരു 130 വീടുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കഴിയുന്നത്. പിന്നെ ഉണക്ക് കാലമായാലും ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്കാർക്കും കിട്ടത്തില്ല. എൻ്റെ വീടാ തൊട്ടടുത്തുള്ളത്. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കാണുന്ന വീടാ അത്. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഞങ്ങൾ ഈ വെള്ളത്തെ ആശ്രയിച്ചൊക്കെ കഴിയുന്നവര്. ഞങ്ങൾക്കായിരിക്കും കൂടുതലും നാശം വരുന്നത്. ഞങ്ങളെ ഒഴിവാക്കി തരണം. ഞങ്ങളെ പോലുള്ള സാധാരണക്കാര്, അതായത് അമ്മമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയാണ് ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയധികം ജനങ്ങൾ, ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയധികം പേര് ഇവിടെ വന്നെങ്കിൽ അത്രയും പേരുടെ ആശങ്കയാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഒരുപാട് പേരെ സമീപിച്ചു. ഒരുപാട് പേരെ താഴെ തട്ടിലുള്ളിടം തൊട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഇതേക്കുറിച്ച് അറിവ്. ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്ന ജനങ്ങളായിട്ട് പോലും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോഴാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് അറിവ് കിട്ടിയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇതിനെതിരെ പ്രതിഷേധിച്ചേനെ. അപ്പൊ ഇത് ഇത്രയും പേരുടെ ഒരു ആശങ്ക നിങ്ങൾക്കിത് കാണും. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അംഗനവാടി, മൃഗാശുപത്രി, അതായത് 100 മീറ്റർ ചുറ്റളവിൽ കിണർ, ഇത്രയധികം വീടുകൾ. അത് മാത്രമല്ല, നിങ്ങൾ ആ ഏല ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും എത്രയധികം ഹരിതാപമായ ഒരു അത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് പേര് ഷൂട്ടിങ്ങിനും മറ്റെത്തുന്നത് സ്ഥലമാണ് നമ്മുടേത്. അപ്പം അത്രയും നല്ലൊരു ഏരിയ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ ജനങ്ങളുടെ വികാരം ഗവൺമെന്റ് മനസ്സിലാക്കണം. എല്ലാ അധികാരികളും ഇത് മനസ്സിലാക്കണം. കാണുമ്പോൾ തന്നെ മനസ്സിലാകും എല്ലാവർക്കും അതിന്റെ ഒരു പ്രാധാന്യം. നിങ്ങൾ ഓരോരുത്തരും ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞങ്ങളുടെ വികാരം എന്ന് പറയുന്നത് അത്രയധികം സാധാരണക്കാർ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും വികാരമാണിത്. ഓരോ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും സംരക്ഷിക്കണം. ഇനി വരുന്ന തലമുറയ്ക്ക് ഫോർമാൽഡിഹൈഡ് പോലെ മാരകമായുള്ള പദാർത്ഥങ്ങളാണ് ഇത് വിഷം തുപ്പുന്നത്. അപ്പൊ ഇത് ക്യാൻസറസ് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഇതൊന്നും അനുവദിക്കത്തില്ല. വയോജന കേന്ദ്രം, വൃദ്ധജനങ്ങൾക്കായിട്ടുള്ള വയോജന കേന്ദ്രം ഇതിനടുത്താണ്. അപ്പം ഇത്രയും അധികം ഒരു ഫാക്ടറി ഇവിടെ വരികയെന്ന് വെച്ചാൽ അത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെതിരെ ഞങ്ങളുടെ കൂടെ എല്ലാ അധികാരികളും നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ഏകപക്ഷീയമായ തീരുമാനം. എല്ലാവരും നിൽക്കണം. എന്താ പറയാ ഫാക്ടറി വരുന്നത് ഞങ്ങൾക്കൊരു ആശങ്കയാണ്. എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. കുട്ടികളുണ്ട്, പിന്നെ അടുത്ത മലിനജലം ഒക്കെ പോകുമ്പോഴത്തേക്ക് അത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് വരില്ലെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. തടയും എന്നാണ്. തടയും. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഇത്ര ഒരു സാറിന് നമ്മുടെ നിയമങ്ങൾ അനുസരിച്ചിട്ട് 1 കോടിയുടെ പ്രോജക്റ്റിന് പോലും SIA സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് വേണം. ഇവിടെ അത് നടത്തിയിട്ടില്ല. ജനങ്ങൾ ഒരാളോട് പോലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പദ്ധതി വരുന്നെന്നോ അത് നിങ്ങൾക്ക് ദോഷമാണോ എന്നൊരു കാര്യം സംസാരിച്ചില്ല. അപ്പോൾ ഇതെല്ലാം നിഗൂഢതയാണ്. ശരിയായ രീതിയിലല്ല. ജനങ്ങളുമായിട്ട് സംസാരിക്കാതെ ഈ നാട്ടിലുള്ള ഒരാൾ പോലും അറിയാതെയാണ് ഇത്ര ഒരു പദ്ധതി വലിയ 12 കോടിയുടെ പദ്ധതിയാണെന്ന് അവർ പറയുന്നത്. അപ്പൊ എവിടെയാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് എവിടെ നടന്നു? ഈ ഏലക്കം ഇവിടെ ഈ പ്ലൈവുഡ് ഫാക്ടറി തുടങ്ങുന്നതിനെ പറ്റി നമ്മുടെ ഈ നാട്ടുകാരുടെ ഒരു കൺസെന്റോ ഒന്നും അവർ മേടിച്ചിട്ടില്ല. അതാണ് ഏറ്റവും ഞങ്ങൾക്ക് വിഷമം ആയത്. ഈ നാട്ടിലെ ഒറ്റ മനുഷ്യരറിഞ്ഞില്ല ഇവരിങ്ങനെ ഒരു പ്ലൈവുഡ് ഫാക്ടറി തുടങ്ങുന്നത്. അത് തന്നെ ഇത്ര ഏക്കറിനകത്ത് ഇത് തുടങ്ങേണ്ടതെന്ന് പറയുന്നത് അത്ര വസ്തു പോലും അവർക്കില്ല. പിന്നെ അതുമില്ല. ഇത് ഈ വന്നവർക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം മനസ്സിലാവും. ഈ ഏലായിൽ എന്താണ് ഇവിടെ. അതേപോലെ ഏലാ കൃഷിയുണ്ട്, അത് നോക്കണം. നെൽകൃഷി ഈ നമ്മുടെ തളവക്കോണം വാർഡ്, ചൂരപ്പൊയ്യ, പാട്ടുപുരയ്ക്കൽ, ഈ ഏലായിലെല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും നല്ല കർഷകനിൽ നിന്നുള്ള അവാർഡ് കിട്ടുന്ന ഏരിയയാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ ക്യാൻസർ രോഗികളുണ്ട്. ഞാൻ ഹെൽത്തി വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ വാർദ്ധക്യമായിട്ടുള്ളവരെല്ലാം കുറേ പേര് ഈ പരിസരത്തുണ്ട്. പിന്നെ നമുക്ക് അംഗനവാടിയുണ്ട്. കുടിവെള്ളത്തിന്റെ അവർക്ക് ചെന്നാൽ അറിയാം. എന്താ ഒരു 100 മീറ്റർ പോലും അങ്ങോട്ട് അപ്പുറത്താണ് കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ. ഈ റോഡെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു മിനി ലോറിയൊക്കെ പോകാൻ പറ്റൂ. ഇതിനകത്തൊക്കെ ഇവർ എന്ത് മനസാക്ഷിയുടെ പുറത്താണ് ഇവർ ഈ കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇവർ ഏത് കമ്പനിയോ തുടങ്ങട്ടെ, ഇത്രയും നാട്ടുകാർക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഇവർ തുടങ്ങിയാൽ നമുക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞങ്ങൾ 1.5-2 മാസമായി ഞങ്ങൾ ഇതിനെതിരെ ശരിക്ക് പ്രതികരിക്കുവാണ്. ഈ വെയിലും ഇത്രയും താണ്ടി ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുക. ജോലിക്ക് പോണ്ടുന്നവരാ മിക്കവാറും പേര്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു അഭിപ്രായം പറഞ്ഞ് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അഭ്യർത്ഥന. ഇവിടെ തുടങ്ങുന്ന ഒരു പ്ലൈവുഡ് ഫാക്ടറിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടുള്ള നീരുറവ് ഉൾപ്പെടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തും എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം, ശരിയാണോ ഈ പറയുന്നതൊക്കെ? എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുടിവെള്ള പ്രശ്നത്തെ പറ്റിയാണ്. നമ്മളുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മുഖ്യമായിട്ടും ലോറികൾ കൊണ്ടുവന്ന വെള്ളമാണ് ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്.
എന്നാൽ ഇവിടെ ഒരു രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി ഉണ്ടായതിനു ശേഷം ആ ഒരു പ്രശ്നമില്ല. ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു 150 വീടുകൾക്ക് ഇപ്പോൾ കണക്ഷൻ കൊടുത്തതിൻ്റെ 50 വീടുകൾക്ക് കൂടി ഇനിയും കണക്ഷൻ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇത്രയും വീടുകൾക്ക് പിന്നെ ശുദ്ധജലം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും മുടക്കമില്ലാതെ ജലം ലഭിക്കുന്ന ഈ ഒരു പദ്ധതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. നമ്മളിവിടെ ഈ പ്ലൈവുഡ് ഫാക്ടറി വരുന്നതിൻ്റെ ആ മതിലിനോട് 2-3 മീറ്റർ മാത്രമേ അകലം നമ്മൾ ഈ കുടിവെള്ള കിണറിനുള്ളൂ. ഇവിടെ മുമ്പേ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മണൽ പ്രദേശമാണ്. അപ്പോൾ ഈ മണൽ പ്രദേശത്ത് ഏത് പിന്നെ മാലിന്യ വസ്തുക്കൾ, ഏത് രാസവസ്തുക്കളും ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കകം എത്തിച്ചേരുന്ന ഒരു കിണറാണ് അതുള്ളത്. അപ്പോൾ ആ കിണർ വളരെ പിന്നെ ശുദ്ധമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം ജലം കിട്ടത്തക്കോണം സംരക്ഷിച്ച് നന്നായിട്ട് ജലം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് വന്നാൽ നമ്മുടെ കിണർ മലിനപ്പെടുകയും ഈ 150 വീടുകൾക്കും ഇനി ഉള്ള മറ്റുള്ള വീടുകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റുള്ള വീടുകൾക്കും ജലം കിട്ടാത്തൊരവസ്ഥയാകുകയും പണ്ടത്തെ പോലെ ഞങ്ങൾ ലോറി വെള്ളത്തെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്തു. ഇപ്പം ജലലഭ്യതയുടെ കാര്യത്തിൽ പഞ്ചായത്തിൽ റെഡ് സോൺ ഉള്ളതാണ്, 2 ഇടത്താണ് ഉള്ളത്, അതിൽ 1 ഇവിടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കിണറാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. ഞങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഉള്ളത്. അത് ഞങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ജീവൻമല്ല പ്രശ്നമാണ്. മുമ്പേ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ തലമുറകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ മുമ്പേ സാർ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം അങ്ങേ അറ്റം വരെ, ഏത് അറ്റം വരെയും പോകാൻ തയ്യാറായെടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കി കിട്ടണമെന്നുള്ള ആഗ്രഹമാണ്. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെയും ഈ ഒരു സമരത്തിൽ അണിനിരക്കുന്നുണ്ട് അല്ലേ അമ്മച്ചി? എന്താ ഈ ഒരു പ്രായത്തിലും ഈ ഒരു പ്രതിഷേധമായിട്ടൊക്കെ ഇറങ്ങിയ എന്താ നിങ്ങളുടെ ആവശ്യം എന്താ? സമരങ്ങളിലൊക്കെ ഒത്തിരി പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ജനകീയമായ ഒരു പ്രതിഷേധം തന്നെയാണ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റത്തില്ല. മുൻ വാർഡ് മെമ്പർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ വാർഡിന്റെ മാത്രമല്ല, കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ വാർഡിന്റെ അങ്ങേയറ്റം നെടുമൺകാവ് വരെ ഉള്ളവർക്ക് പിന്നെ ദോഷമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ നടക്കുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളൊരു സമരമാണല്ലേ? തീർച്ചയായും ഈ ജലമലിനീകരണത്തിൻ്റെ സംഗതിയെക്കുറിച്ച് ഇവിടെ മുൻ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ കടയ്ക്കൽ സന്ത നേതാവും സാമൂഹിക പ്രവർത്തകനായ ജോർജ് കുട്ടി സാറുമൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് ജലമലിനീകരണത്തെക്കുറിച്ചല്ല പറയാനുള്ളത്. അതിലുപരി ഒരു വലിയ ആപത്ത് ഇവിടെ ഉണ്ട്. അത് ഈ അന്തരീക്ഷ മലിനീകരണം. തീർച്ചയായും ഞാൻ ഭയക്കുന്നു, അന്തരീക്ഷ മലിനീകരണത്തിലൂടെ നമ്മുടെ ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയും ഭാവിയെയും വളരെ ഖേദകരമായി ബാധിക്കുന്ന, ദുഃഖകരമായി ബാധിക്കുന്ന, അപായമായി ബാധിക്കുന്ന ഈ ഏർപ്പാട് നിർത്തിയേ പറ്റൂ. അത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഈ ജനങ്ങളുടെ കൂട്ടായ്മ ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ജനതയാണ് ഇവിടെ ഉള്ളത്. കാരണം ഭാവിയാണ് ഞങ്ങൾക്ക് വിഷയം. ഞങ്ങളുടെ മാത്രമല്ല, ഇവിടുത്തെ വരും തലമുറകൾ എങ്ങനെയായിരിക്കണം. എൻഡോൾ സൽമാൻ്റെ ഭാവി പിന്നെ അവിടെ ഈ പെരുമ്പാവൂർ മേഖലയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടുത്തെ തലമുറയെ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഫാക്ടറി ഇവിടെ നിലവിൽ വരുമ്പോൾ ഇപ്പം നിലവിലുള്ള വൈദ്യുതി പ്രശ്നങ്ങൾ, ഇപ്പോൾ ഓൾറെഡി തന്നെ വോൾട്ടേജ് ക്ഷാമമുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ ഫയർ എഞ്ചിൻ വരുമ്പോഴും റോഡിൻ്റെ ഇത്ര വീതിയില്ലാത്ത പ്രശ്നങ്ങളും, പിന്നെ കുട്ടികളുടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഫാക്ടറിയുടെ പ്രവർത്തിക്കുമ്പോൾ അതിൽ വരുന്ന പുകമാലിന്യങ്ങൾ. ഇപ്പോൾ കുട്ടികൾ, ചെറിയ കുട്ടികളാണ് ഇതിനകത്ത്, 45ഓളം കുട്ടികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ പുക പുറത്ത് വരുമ്പോൾ ആ ഒരു വായു മലിനീകരണത്തിലൂടെ അവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉടലെടുക്കാം. അപ്പോൾ ഈ സമരപന്തലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മൊത്തം സമരങ്ങളിലും ഞങ്ങളുടെ നാട്ടുകാരുടെ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിന് പ്രതികരിക്കും. നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന പല നിയമങ്ങളും മാറ്റി എഴുതിയിട്ടുണ്ട്. എവിടെയോ 2 പേര് വ്യവസായം തുടങ്ങുന്നതിനോട് 2 വ്യവസായികൾ ആത്മഹത്യ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു പ്രവണത പൊളിച്ചെഴുതിയെന്നാണ് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സമരക്കാർ ഇതിനു വേണ്ടി ജീവൻ വെടിയണമെന്നുണ്ടെങ്കിൽ 1-2 സമരക്കാരും പൊതുജനങ്ങളും ജീവൻ വെടിയാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമരം വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ ശാന്തമായ രീതിയിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്ലൈവുഡ് ഫാക്ടറി വന്നാൽ കുട്ടികളുടെ ആരോഗ്യത്തിനും വലിയ രീതിയിലുള്ള ദോഷകരമായ രീതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അല്ലേ? അങ്ങനെ ആ ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ട്. കുട്ടികളുടെ ആരോഗ്യത്തിന് മാത്രമല്ല, ഞങ്ങൾക്ക് ഇപ്പം അതിനെക്കുറിച്ചുള്ള ഭീതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഞങ്ങൾക്ക് കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ടായാലും പോകാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലിക്കായിട്ട് വന്നാൽ ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റുന്നത്? അതൊരു മെയിൻ പ്രശ്നം തന്നെയാണ്. പിന്നെന്ന് വെച്ചാൽ ആരോഗ്യപരമായിട്ടും ഈ പൊല്യൂഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കുട്ടികൾക്ക് അലർജി, ആസ്മ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഇവിടെ ധാരാളം ഉണ്ട്. അവർക്കൊക്കെയും വളരെ ദോഷമാണ്. പിന്നെ
പിന്നെ കുടിവെള്ള പദ്ധതിക്ക് നല്ല ശുദ്ധമായ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് മലിനമാക്കപ്പെടും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഫാക്ടറി എന്തായാലും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര വരെ പോകാൻ പറ്റുമോ അതുവരെ ശ്രമിക്കും. ഇത് നിലനിൽപ്പിനായുള്ള സമരമാണ്. നടപടി ആവശ്യപ്പെട്ട് ഏതറ്റം വരെ പോകാനും ജനകീയ സമരസമിതി ഒരുക്കമാണ്. ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്